കമ്പാലത്തറ ഏരി അഥവാ കമ്പാലത്തറ മിനി ഡാം കിഴക്കൻ മേഖലയുടെ പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന പ്രദേശം. വിപുലമായ നവീകരണ പ്രവർത്തനമാണ് നടത്തുന്നത്. നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കി നവോദയയെ പോലെ മനോഹരിയാവാൻ തയ്യാറെടുക്കുകയാണ് ഡാമും പരിസരവും. പോകാം ആ വാർത്തയിലേക്ക്. ചിറ്റൂർ താലൂക്കിലെ പെരുമാട്ട് പഞ്ചായത്തിലാണ് കമ്പാലത്തറ ഡാം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അവകാശപ്പെട്ട ജലം ആളിയാർ ഡാമിൽ നിന്നും ചിറ്റൂർ പുഴ വഴി മൂലത്തറ റെഗുലേറ്ററിൽ എത്തിച്ച ശേഷം കനാൽ മാർഗം കമ്പാലത്തറയിലേക്ക് ഒഴുകുന്നു. തുടർന്ന് കമ്പാലത്തറയിൽ നിന്നും ജലസേചന കനാൽ വഴിയാണ് കൃഷിക്ക് ജലസേചനം നടത്തുന്നത്. ജലസേചനത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നതെങ്കിലും പ്രകൃതി രമണീയമായ സ്ഥലമായതിനാൽ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതകളുണ്ട്. എന്നാൽ അത് വേണ്ടത്ര പ്രയോജനപ്പെടുത്താത്തതാണ് പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം. ഡാമിന്റെ പ്രത്യേകത ജലസംഭരണിയിലെ കരിമ്പനക്കൂട്ടം തന്നെയാണ്. ജലസംഭരണിയിലും പരിസര പ്രദേശങ്ങളിലും കരിമ്പനകൾ തല ഉയർത്തി നിൽക്കുന്നത് കൗതുക കാഴ്ച തന്നെയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ വടമലയും തെന്മലയും തമ്മിലുള്ള വിടവായ പാലക്കാടൻ ചുരത്തിന്റെ മധ്യത്തിലായതിനാൽ ഇരുമലകളുടെയും സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന പ്രദേശമെന്നതും പ്രത്യേകതയാണ്. അതിനാൽ നിരവധി ചലച്ചിത്രങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ജലസേചനത്തിനപ്പുറം അടിസ്ഥാന സൗകര്യമൊരുക്കിയാൽ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറ്റാൻ കഴിയും. സംഭരണ ശേഷി ഉയർത്താൻ ജലവിഭവ വകുപ്പ് മണ്ണും ചെളിയും നീക്കുന്ന പ്രവൃത്തി ദ്രുതഗതിയിൽ നടത്തുകയാണ്. മണ്ണും മണലും ഒഴുകിയെത്തി സംഭരണശേഷി കുറഞ്ഞത് ഡാമിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് നവീകരണ പ്രവർത്തനം തുടങ്ങിയത്. നവീകരണ പ്രവർത്തനം പൂർത്തിയായി സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതോടെ പരിസരത്തെ അവഗണന മൂലം തകർന്ന ഉദ്യാനവും അനുബന്ധ കളി ഉപകരണങ്ങളും ഇരിപ്പിടങ്ങളും കൂടി നവീകരിച്ചാൽ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റാനും കഴിയും. UTV ന്യൂസ്, പാലക്കാട്.